ആകാശവാണി കവരത്തി പവിഴമണ്ണിലെ സാഹിത്യം. ഇന്ന് പവിഴമണ്ണിലെ സാഹിത്യം പരിചയപ്പെടുത്തുന്നത് നാസർ അമ്മീനി എഴുതിയ ഉറുമാമ്പഴം എന്ന കഥയും മറുകര എന്ന കവിതയുമാണ്. നമുക്ക് കേൾക്കാം. ഉറുമ്പാംവളം എന്ന മാതളത്തിന്റെ കഥ പറയാം. തങ്ങളയില്ലം, അതാണാ വീടിന്റെ പേര്. അവിടുത്തെ തങ്ങൾ ഞങ്ങൾക്കെല്ലാം അമ്പുക്വ ആയിരുന്നു. തങ്ങളുടെ ബീവി അമ്പുക്കവിയും. വളരെ കുറിയ ഇരുനിറമുള്ള ചുരുണ്ട മുടിയുള്ള വ്യക്തിയായിരുന്നു അമ്പുക്വ. അതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തെ എല്ലാവരും ആദരപൂർവം ചെറിയ അമ്പുക്വ എന്ന് വിളിച്ചിരുന്നു. ഉടുത്ത മുണ്ടിനെ കൂടാതെ ഒരു മേൽത്തട്ടം എപ്പോഴും ചുമലിൽ ഉണ്ടാകും. വലിയ മനസ്സുള്ള അദ്ദേഹത്തെ കാണുമ്പോൾ ജനം വളരെ ബഹുമാനത്തോടെ വഴിമാറിപ്പോകും. ഈ ഇടയ്ക്ക് ആ വീടിനെക്കുറിച്ചൊരു വീഡിയോ കണ്ടപ്പോഴാണ് ചിതലരിച്ച എന്റെ ഓർമ്മകൾക്ക് ജീവൻ വെച്ചത്. ഞാനന്ന് നന്നേ ചെറുപ്പമായിരുന്നു. ഒരു മുണ്ട് മാത്രം ഉടുത്ത് നടന്നിരുന്ന കാലം. എന്റെ പിതാവിന്റെ വീട്ടുകാരെല്ലാം തങ്ങളുപ്പാപ്പാന്റെ മുരീതന്മാരായിരുന്നു. പരിസരങ്ങളിലെ വീട്ടുകാരും തദൈവ. തങ്ങളയില്ലത്തിന്റെ പ്രൗഢി നിലനിന്നിരുന്ന അക്കാലത്ത് നാട്ടിൽ ഐശ്വര്യം വിളയാടിയിരുന്നു. ആതുര സേവന രംഗം അത്രയ്ക്ക് പച്ചപിടിച്ചിട്ടില്ലാത്ത ആ കാലത്ത് ജനം സങ്കടങ്ങളുണർത്തുവാൻ തങ്ങളയില്ലത്തെത്തിയിരുന്നു. മാറാവ്യാധികളാൽ ബുദ്ധിമുട്ടുന്നവർ, പൈശാചിക ശല്യം ഉള്ളവർ, വീടു നിർമ്മിതിയിലെ പാകപ്പിഴകൾ, എല്ലാത്തിനും പരിഹാരവാക്ക് തങ്ങളുപ്പാപ്പയായിരുന്നു. തങ്ങളുടെ വീട് അന്ന് ചെറിയൊരു കൊട്ടാരം പോലെയായിരുന്നു. തങ്ങളുടെ ആജ്ഞ നടപ്പാക്കാൻ മുരീതന്മാർ കാത്തുനിന്നിരുന്ന കാലം. ഇന്നും ആ വീടിനടുത്തെത്തുമ്പോൾ ഒരു ഭയഭക്തി തോന്നിപ്പോകാറുണ്ട്. അതവുകേടുകാട്ടി അങ്ങോട്ട് കയറിച്ചെന്നുകൂടാ. സ്ത്രീകളാണെങ്കിൽ പിറകുവശത്തെ വാതിലിൽ കൂടിയേ പ്രവേശിക്കാവൂ. പിറകുവശത്തെ വാതിലിൽ കൂടിയാണ് ഞാനും അന്ന് അവിടേക്ക് പോയിരുന്നത്. മുരീദന്മാരുടെ വീട്ടിൽ നിന്ന് ബറക്കത്തിനായി തങ്ങളയില്ലത്തേക്ക് എന്തെങ്കിലും കൊടുത്തുവിടുന്ന പതിവുണ്ടായിരുന്നു. എന്റെ പിതാവിന്റെ വീട്ടിൽ നിന്ന് അങ്ങനെയുള്ളവ കൊണ്ടുപോകുന്നത് എന്റെ ദൗത്യം ആയിരുന്നു. ചെറിയ കുട്ടിയായിരുന്ന ഞാൻ തുണിസഞ്ചിയും തൂക്കിപ്പിടിച്ച് വരുന്നത് കണ്ടാൽ തങ്ങളുടെ ബീവി എന്നെ വിളിച്ച് അടുക്കള ഭാഗത്ത് പലകയിട്ട് ഇരുത്തും. കഴിക്കാൻ ചായയും പലഹാരങ്ങളും തരും. ബീവിയെ സേവിക്കുന്ന സ്ത്രീകളാണ് പലഹാരങ്ങൾ കൊണ്ടുവരുന്നതും അല്ലെങ്കിൽ അവിടെ തന്നെ ഉണ്ടാക്കുന്നതും. സാധനം കൊടുത്ത് തിരികെ പോരുമ്പോൾ ചുവന്നു തുടുത്ത ഒരു പഴം ബീവി എന്റെ തുണിസഞ്ചിയിൽ വെച്ചുതരും. ഞാനത് വീട്ടിൽ കൊണ്ടുവന്ന് കൊടുത്താൽ എന്റെ പോറ്റുമ്മ അത് നടുവെ മുറിച്ച് അതിനകത്ത് നിന്ന് കുഞ്ഞിപ്പല്ലുകൾ പോലെയുള്ള ഫലങ്ങൾ ഓരോന്നോരോന്നായി പുറത്തെടുത്ത് പാത്രത്തിൽ വെക്കുന്നത് കാണാം. അമ്പുക്കെപ്പല്ലുകൾ എന്നും ഇതിനെ പഴമക്കാർ വിളിച്ചിരുന്നു. ഇത് താൻ മോനെ ഉറുമ്പാംവളം എന്ന് പോറ്റുമ്മ എനിക്ക് പറഞ്ഞു തന്നിരുന്നു. അങ്ങനെ വളരെ ചെറുപ്പത്തിലെ റുമ്മാൻ പഴത്തിന്റെ രുചി ഞാൻ അറിഞ്ഞു. അക്കാലത്ത് നാട്ടിൽ വേറെങ്ങും റുമ്മാൻ പഴത്തിന്റെ മരം ഉള്ളതായി ഞാൻ കേട്ടിട്ടില്ല. തങ്ങളയില്ലത്തെ ചീരണി സൽക്കാരം വളരെ സ്വാദേറിയതും 8 നാട്ടിലും വൻകരയിലും അറിയപ്പെട്ടതും ആയിരുന്നു. അയൽ നാടുകളിൽ നിന്നും തങ്ങളുടെ മുരീദന്മാർ അവിടുത്തെ ചീരണി സൽക്കാരത്തിനെത്താറുണ്ടായിരുന്നു. വർഷത്തിൽ എത്രയോ തവണ ആ ചീരണിയുടെ സ്വാദറിഞ്ഞിട്ടുണ്ട് ഞാൻ.
തങ്ങളുടെ കാലശേഷം അവരുടെ ബീവിയും തീരണി സൽക്കാരം അതിവിപുലമായി തന്നെ നടത്തിയിരുന്നു. അമ്പുക്ക ഇല്ലാത്ത അമ്പുക്കേവിയില്ലാത്ത തങ്ങളെല്ലാം ഇന്നും പഴയൊരു സ്മാരകം പോലെ അവിടെ നിലനിൽക്കുന്നു. ആ വീടിന്റെ പരിസരത്തുകൂടി പോകുമ്പോൾ പലപ്പോഴും ഞാൻ പഴയ ഓർമ്മകൾ അയവിറക്കുക പതിവാണ്. ടേപ്പ് റെക്കോർഡറിലെ പാട്ട് ആദ്യമായി കേട്ടതും തങ്ങളില്ലത്ത് നിന്നായിരുന്നു. അതിനായി അവിടേക്ക് ഇടയ്ക്കിടെ പോകാറുണ്ടായിരുന്നെങ്കിലും തങ്ങൾ അത് എന്റെ അയൽവാസിയായ ബമ്പന് കൊടുത്തിരുന്നു. അതിൽ പിന്നെ അവിടെയായിരുന്നു ഞങ്ങൾ അയൽവാസികളെല്ലാം പാട്ട് കേൾക്കാൻ പോയിരുന്നത്. എം.എ. അസീസിന്റെയും റംല ബീഗത്തിന്റെയും കഥാപ്രസംഗങ്ങൾ അങ്ങനെയാണ് കേട്ടു വളർന്നത്. കോൺക്രീറ്റ് റോഡ് വരുന്നതിനും എത്രയോ കാലം മുമ്പേ BSA സൈക്കിളും അതുപോലെ ഒരു ലൂണ മോട്ടോർ വണ്ടിയും തങ്ങൾ ഓടിച്ചിരുന്നതായി ഞാൻ ഓർക്കുന്നു. നാട്ടിലെത്തിയാൽ മൊഹീദ്ദീൻ പള്ളിയുടെ മുൻപിൽ അന്തിയുറങ്ങുന്ന തങ്ങളുപ്പാപ്പാന്റെ മക്ബറ സിയാറത്ത് ചെയ്തിട്ടേ യാത്ര തിരിക്കാറുള്ളൂ. ഇന്നും പൊളിയാതെ നിൽക്കുന്ന ആ വീട് കാണുമ്പോൾ ഓർമ്മകൾ ഉണർത്തുപാട്ടായി എന്നിലേക്കെത്താറുണ്ട്. കാലം സാക്ഷി, ചരിത്രം സാക്ഷി, പവിഴപ്പുറ്റുകളെ ചുംബിച്ചുണർത്തുന്ന കടലലമാലകൾ സാക്ഷി. അവരും അവരുടെ പൂർവികരും ഇന്നും ഈ ദ്വീപുകളുടെ കാവലാളായി വാഴുന്നു എന്നത് എന്നെ വിസ്മയം കൊള്ളിക്കുന്നു. അപ്പോഴും മനസ്സിൽ തങ്ങി നിൽക്കുന്നത് അമ്പുക്കേബി തന്നെ റുമ്മാൻ പഴത്തിന്റെ സ്വാദുള്ള ഓർമ്മകളായിരുന്നു. ഇനി മറുകര എന്ന കവിത കേൾക്കാം. കവിത മറുകര. പ്രിയമുള്ളവരെ, നമ്മുടെ ദ്വീപ് സമൂഹങ്ങളിൽ ജനവാസം ഉണ്ടായതിനെക്കുറിച്ചുള്ള എന്റെ സങ്കല്പമാണ് ഞാൻ ഈ കവിതയിൽ പറയുന്നത്. മറുകര തേടിപ്പോകും കപ്പൽ, കര കാണാക്കടലിന്റെ വരദാനം, കാറ്റിലാടിയുലയുമ്പോഴും തീരത്തണയുമെന്ന വിശ്വാസം. ഒരു കര വിട്ടാൽ മറുകരയെത്താം, കാറ്റിന്റെ ഗതിവിഗതികൾ മാറാം. ഒരുമയുടെ ഒന്നാം പാഠം പഠിച്ചിടത്തുനിന്ന് ഓർമ്മകളുടെ 9ാം പാഠത്തിന്റെ താളുകൾ മറിക്കട്ടെയോ. ഒരു കപ്പൽ അതുവഴി വന്നു, മടിയിൽ കനമുള്ളവരാരോ അവിടേക്കിറങ്ങി. പായക്കപ്പല് തകർന്നപ്പോൾ ഗതി കിട്ടാതെ നീന്തിയണഞ്ഞവർ അവിടെ ചെറ്റക്കുടിലുകൾ കെട്ടി വയറെരിയാതെ കഴിയാനായി. കട്ടൻ ചായ കുടിച്ചവരാണവർ, അന്നും ഇന്നും അഭിമാനം. ചേമ്പ് പുഴുങ്ങി തിന്നിട്ടെത്തര വായ ചൊറിഞ്ഞു അക്കാലം. ചകിരിക്കായി തേങ്ങാത്തൊണ്ടുകൾ തോട്ടിൽ കെട്ടിയെടുത്തവർ പിന്നെ തൊണ്ട് ചതച്ച് ചകിരിയെടുത്ത് കയറി വിരിക്കും കുടിലുകളിൽ. ചകിരിച്ചോറിലെ തേരട്ടക്കതിലേറെ പറയാനാവേശം. ചിമ്മിനി വെട്ടത്തമ്മയിരിക്കും കയറ്റുകട്ടിലിൽ അന്തിക്ക്. ചിമ്മിനി വെട്ടം തീർന്നെന്നാലും കയറ് പിരിക്കും കൈകളിനാൽ. ചകിരിച്ചോറിലെ തേരട്ടക്കതിലേറെ പറയാനാവേശം. കയറുപിരിച്ചതു തലയിൽ കേറ്റി തഹസിൽദാറിന്റെ ആപ്പീസിൽ. അണുവിട കുറ്റം കണ്ടുപിടിച്ചാൽ മുഖത്തെറിയും സാഹിബ്.
അന്നു പിരിച്ച കയറ് കൊടുത്താൽ കഞ്ഞിക്കുള്ളത് കിട്ടും, പക്ഷേ അതിലും കുറ്റം കണ്ടാൽ പിന്നെ തെണ്ടിപ്പോകും പാവങ്ങൾ. കുട്ടമിടഞ്ഞത് അരയിൽ കെട്ടി കടലിലിറങ്ങും വൈകുന്നേരം, അപ്പല് കണവ മഞ്ഞാൻ മെട്ടി കുട്ടയിലാക്കി മടങ്ങുമവർ. കവടി പെറുക്കും പെണ്ണുങ്ങൾക്കും കഥ പറയാനുണ്ടെന്നാട്ടിൽ, കമ്പിയെടുത്ത് അപ്പല് പറിക്കും നാട്ടിലെ നാടൻ പെൺകുടികൾ. പായോടത്തിൽ വൻകര തേടും നാളികേരച്ചാക്കുകളും, ഒപ്പം ഓലമെടഞ്ഞവ കൂട്ടം ഉണക്കമീനും രുചിയേറും. കർമൂസക്ക കറിയും തേങ്ങാച്ചോറും കഞ്ഞിപ്പാലും, പിന്നെ കറിച്ചക്ക പുഴുങ്ങി തേങ്ങ ചിരച്ചു കുളച്ചത് ഏറെ സ്വാദൂറും. കേരമരങ്ങൾ പച്ചയണിഞ്ഞൊരു സുന്ദരമാണാ നാടുകളെന്നും, നീലക്കടലിൻ നിറകുടമാണെന്നാട്ടിലെ നാടൻ പെൺകൊടികൾ. തലയിൽ കെട്ടും താടിയുമുണ്ടൊരു ബീഡി വലിച്ചു നടന്നവരിന്നേ, തലകീഴായി മറിഞ്ഞൊരു മറുകര കാണും മഞ്ഞക്കണ്ണുകളാൽ. ഈ ദ്വീപുകളിങ്ങനെ ഉണ്ടായെന്നതിലേറെ അതിശയമാശ്ചര്യം, ഈ ദ്വീപുകളിങ്ങനെ ഉണ്ടായെന്നതിലേറെ അതിശയമാശ്ചര്യം. കഥാകാരനെക്കുറിച്ച്. അന്തർ PS, തൂലികാനാമം നാസർ അമീനി. ലേഖനങ്ങൾ, കഥകൾ, കവിതകൾ, ഗായകൻ എന്നീ മേഖലയിൽ അറിയപ്പെടുന്നുണ്ട്. നിലവിൽ ദമൻ, ഡ്യൂ, ദാദ്ര നഗർ ഹവേലി, സിൽവാസ എന്നിവിടങ്ങളിൽ ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ കോൺസ്റ്റബിളായി ജോലി ചെയ്യുന്നു. ഭാര്യ സൈനബ സാറേച്ചറ്റ, മകൾ നസ്രത്ത് നുസൈബ. അടുത്താഴ്ച മറ്റൊരു സൃഷ്ടിക്കായി കാത്തിരിക്കാം, കാതോർക്കാം. ലക്ഷദ്വീപിലെ സാഹിത്യ സൃഷ്ടികളെ പരിചയപ്പെടുത്തുന്ന പരിപാടി പവിഴമണ്ണിലെ സാഹിത്യം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:05 വൈകിട്ട് 5:05 കേൾക്കാം. ഈ പരിപാടി ശ്രോതാക്കൾക്കായി തയ്യാറാക്കിയത് ഹലിമ ബീഗം, കടപ്രതയിലം. വീണ്ടും കേട്ടുമുട്ടും വരെ നന്ദി, നമസ്കാരം.